വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. സിൻസൈ മെറ്റി എന്ന ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ചെങ്മുവിന്റെ കഥയിലെ ഹീറോയിൻ താനാണെന്നറിഞ്ഞതും ആകെ ചമ്മലായ സിഹാൻ പിന്നെ അധിക സമയം അവിടെ നിൽക്കാതെ റൂമിലേക്ക് മടങ്ങുന്നു. നിനക്കന്നത്തെ സംഭവം ഓർമ്മ വന്നോ എന്ന് ചോദിച്ചവൻ പുറകെയുണ്ട്. അവനോട് മറുപടി പറയാനായി തിരിഞ്ഞു നോക്കുന്നതിനിടയിൽ വീഴാൻ തുടങ്ങി അവളെ അവൻ താങ്ങി പിടിക്കുന്നു. ആ നിൽപ്പും അതിനുശേഷം അവളെ നേരെ നിർത്താനായി മുന്നോട്ട് പിടിച്ചപ്പോൾ അവൻ്റെ ദേഹത്ത് വന്ന് ഇടിച്ചതും രണ്ടുപേരുടെയും നെഞ്ചിടിപ്പ് ശരിക്കും കൂട്ടുന്നു. അവൾ വേഗം അവിടെ നിന്ന് മുറിയിലേക്ക് ഓടുന്നുണ്ട്. അവൻ കാറിലേക്കും പോകുന്നു. അവൻ മിസ് മൂൺ എന്ന ഡെസേർട്ട് ഉണ്ടാക്കിയത് താൻ കാരണമാണ് എന്ന് മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ടും അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചെങ്മു ഈ സമയം വേറെ മുറി അന്വേഷിച്ച് പുറപ്പെട്ടിരുന്നു. അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി. നല്ല ഇടിയും മിന്നലുമുണ്ട്. പക്ഷെ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ തന്നെ വണ്ടി കേടായി ഓഫാകുന്നു. ഇടിയും മിന്നലുമൊക്കെ കണ്ടപ്പോൾ അവന് റൂം കിട്ടിയെന്നറിയാൻ അവൾ അവൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കുന്നുണ്ട്. വണ്ടി ബ്രേക്ക് ഡൗൺ ആയ വിവരം അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ഫോണും ഓഫാകുന്നു. മുറി കിട്ടാത്ത കാരണം കാറിനുള്ളിൽ കഴിഞ്ഞ ടൂറിസ്റ്റ് ശ്വാസം മുട്ടി മരിച്ചതിൻ്റെ വാർത്ത നാളെ താൻ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിച്ചു കൂട്ടിയ സിഹാൻ അവനെ അന്വേഷിച്ച് പുറപ്പെടുന്നു. പരിചയമില്ലാത്ത വഴിയിലൂടെ പേടിച്ചാണ് അവൾ മുന്നോട്ട് പോയത്. പേടി കൂടിയപ്പോൾ അവൻ്റെ പേര് ഉറക്കെ വിളിക്കാനും തുടങ്ങുന്നുണ്ട്. അവളുടെ വിളി പുറകിൽ നിന്ന് കേട്ടതും അതുവരെ വെറുതെ കുത്തിയിരിക്കുകയായിരുന്ന അവൻ ഡോർ ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് ഉറക്കം നടിച്ച് ചാരിയിരിക്കുന്നു. കാറിനടുത്തെത്തി അവൾ ഗ്ലാസ്സിൽ മുട്ടി വിളിച്ചിട്ടൊന്നും അവൻ ഉണരുന്നില്ല. അവസാനം അവൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നു. പിന്നെയും കുറെ കുലുക്കി പിടിച്ച ശേഷമാണ് വലിയ ഉറക്കത്തിൽ ഉണരുന്ന പോലെ അവൻ കണ്ണു തുറന്നത്. തിരികെ ഹോട്ടൽ മുറിയിലേക്ക് പോകാം എന്നവൾ പറഞ്ഞെങ്കിലും ഒരു കുട മാത്രമേ അവൾ കൊണ്ടുവന്നുള്ളൂ. അവളുടെ ഫോൺ വാങ്ങി അവൻ ആരെയും വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അതിലെ ടോർച്ച് കത്തിച്ചു കൊണ്ടുവന്നതുകൊണ്ട് അതിൻ്റെയും ചാർജ് തീർന്നിരുന്നു. ഒന്നുകിൽ കാറിനുള്ളിൽ സീറ്റ് ബാക്കിലേക്കാക്കി ഇരുന്നുറങ്ങാം, അല്ലെങ്കിൽ തനിയെ തിരികെ പോയിക്കൊള്ളാൻ അവൻ പറയുന്നു. അവിടെ ഒരുമിച്ചുറങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൾ വല്ലാത്ത രീതിയിൽ നോക്കുന്നത് കണ്ട് പേടിക്കണ്ട, എനിക്ക് കുറച്ചുകൂടി ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള കൂട്ടത്തിലാണ് എന്നവൻ പറയുന്നു. 1 വർഷം മുമ്പ് നടന്ന സംഭവത്തിന് അവൾ സോറി പറയുന്നു. മറ്റൊരാളെന്ന് തെറ്റിദ്ധരിച്ചാണ് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നീട് കണ്ടപ്പോൾ തിരിച്ചറിയാതിരുന്നതിനും അവൾ സോറി പറയുന്നു. ആ മാല അന്ന് കഴുത്തിലിട്ടതും അവൻ തന്നെയാണെന്ന് ചോദിച്ച് അറിയുന്നുണ്ട്. അത് എൻ്റെ ഒരു ഗിഫ്റ്റായി കരുതിയാൽ മതി, കൂടുതൽ സംസാരിക്കാതെ ഉറങ്ങാൻ നോക്കുക എന്നവൻ പറയുന്നു. അധികം വൈകാതെ അവൾ ഉറക്കം പിടിക്കുന്നുണ്ട്. വണ്ടിയിലുണ്ടായിരുന്ന ഒരു കോട്ടെടുത്ത് അവൻ അവളെ പുതപ്പിക്കുന്നു. അടുത്ത ദിവസം രാവിലെ അവൾ ഉണർന്നപ്പോൾ അവൻ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. പറയാതെ എവിടെ പോയതായിരിക്കുമെന്ന് കരുതി അവൾ പുറത്തിറങ്ങി ചുറ്റും നോക്കുമ്പോഴാണ് വേറൊരാളുടെ വണ്ടിയിൽ അവൻ അവിടേക്ക് എത്തിയത്. അവൻ സിറ്റിയിൽ പോയി വണ്ടി ശരിയാക്കാനുള്ള ആളുകളെ വിളിച്ചിട്ട് മടങ്ങി വരികയായിരുന്നു. കാറ്റും മഴയും ഉള്ളപ്പോൾ വണ്ടിയിൽ കിടന്നുറങ്ങിയതിന് അവൻ്റെ കൂടെ വന്നയാൾ അവരെ വഴക്ക് പറഞ്ഞപ്പോൾ വണ്ടി കേടായി കുടുങ്ങിപ്പോയതാണെന്ന് അവൾ പറയുന്നു. അവൻ വാങ്ങിക്കൊണ്ടുവന്ന കോൺ അവൾക്ക് നൽകുന്നത് കണ്ടപ്പോൾ ഗേൾഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയായിരുന്നില്ലേ കഴിക്കാതെ കൊണ്ടുവന്നതെന്ന് അയാൾ ചോദിക്കുന്നു. അയാൾ തെറ്റിദ്ധരിക്കേണ്ടെന്ന് കരുതി ഇതെൻ്റെ ബോയ് ഫ്രണ്ട് അല്ല എന്നവൾ പറയുന്നു. പക്ഷെ അപ്പോഴാണ് അയാൾ ശരിക്കും തെറ്റിദ്ധരിച്ചത്. നിങ്ങൾ ചെറുപ്പക്കാർ തീരെ ശരിയില്ല എന്ന് പറഞ്ഞ് അയാളോട് പോകുന്നു. മിസ് മൂൺ ഡെസേർട്ട് ഉണ്ടാക്കിയത് ശരിക്കും ഞാൻ കാരണമാണോ എന്ന് അയാൾ പോയി കഴിഞ്ഞപ്പോൾ അവനോട് ചോദിക്കുന്നു. നീ ഒരു ഇൻസ്പിറേഷനായി എന്നേ ഉള്ളൂ, തൽക്കാലം അതിനെക്കുറിച്ച് മറ്റാരോടും പറയണ്ട, അതൊരു സീക്രട്ടായി കരുതിയാൽ മതിയെന്നും അവൻ പറയുന്നു. ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ സിഹാൻ ബ്ലോഗിൽ അവൻ്റെ സ്റ്റോറിക്ക് ഒരു ഹാപ്പി എൻഡിങ് നൽകുന്നുണ്ട്. ആദ്യം കണ്ടുമുട്ടിയ സ്ഥലത്ത് വെച്ച് തന്നെ വീണ്ടും അവർ കണ്ടുമുട്ടുന്നതും ഒരുമിക്കാൻ തീരുമാനിക്കുന്നതുമൊക്കെയാണ് അവൾ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തത്. അവളുടെ സ്റ്റോറി ഹിറ്റായത് വഴി ഷെങ്യുവിൻ്റെ കമ്പനിക്ക് റോസ് ഇൻഗ്രീഡിയൻസ് ആയുള്ള ഒരു പെർഫ്യൂം കമ്പനിയോട് ബിസിനസ് കിട്ടുന്നുണ്ട്. ഒരു സാമ്പിൾ പെർഫ്യൂം അവൾക്ക് നൽകിയിട്ട് ഷെങ്യു അവളോട് വിവരം പറയുന്നു. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രമേ ബ്ലോഗ് ചെയ്യാൻ താല്പര്യമുള്ളൂ എന്ന് സിഹാൻ ആദ്യം പറഞ്ഞെങ്കിലും പെട്ടെന്ന് അങ്ങനൊരു തീരുമാനം എടുക്കണ്ട, വരുമാനം ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഷെങ്യു പ്രേരിപ്പിച്ചപ്പോൾ അതിനെ ബേസ് ചെയ്ത് വൈറ്റ് ഏഞ്ചലിനെയും ബ്ലാക്ക് ഏഞ്ചലിനെയും ഉൾപ്പെടുത്തി ഒരു സീരീസ് ചെയ്യാം എന്നവൾ സമ്മതിക്കുന്നു. അത് കഴിഞ്ഞൊരു ദിവസം എയർപോർട്ടിൽ നിന്ന് സിഹാനും ചെങ്മുവിനും ഒരേ സമയത്തൊരു കോൾ വരുന്നു. റൂയി തനിച്ചവിടെ എത്തിയിരിക്കുന്നു. അവനെ പിക്ക് ചെയ്യാൻ ചെല്ലാനാണ് കോൾ വന്നത്. രണ്ടുപേരും ഒരേപോലെയാണ് അവിടെ എത്തിയത്. റൂയി പറഞ്ഞപ്പോഴാണ് ഷെങ്മു അവൻ്റെ ഗോഡ് ഫാദറും അവൾ ആൻറ്റിയുമാണ് എന്നവർ പരസ്പരം അറിയുന്നത്. റൂയിയുടെ അമ്മയെയും അച്ഛനെയും ഒക്കെ അവന് അറിയാം എന്ന് പറഞ്ഞെങ്കിലും സംശയം തീർക്കാനായി ഞാൻ ചേച്ചിയൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് സിഹാൻ പറയുന്നു. ഇപ്പോൾ വിളിക്കണ്ട, അവർ ഡിവോഴ്സ് ആക്കാൻ പോകുന്ന കാര്യം ഞാൻ അറിയാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് റൂയി അവളോട് പറയുന്നു. ഡിവോഴ്സ് കാര്യമൊക്കെ അവരും അപ്പോഴാണ് അറിയുന്നത്. എയർപോർട്ടിൽ നിന്ന് അവനെ പിക്ക് ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട ഫോർമാലിറ്റീസ് ക്ലിയർ ചെയ്യുന്നതിനിടയിൽ ഇനി ഇവൻ്റെ കാര്യമോർത്ത് വിഷമിക്കേണ്ട, ഇവനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാമെന്ന് സിഹാൻ പറഞ്ഞെങ്കിലും ഞാൻ ഒരു ആൺകുട്ടിയാണ്, എനിക്ക് പെൺകുട്ടികൾക്കൊപ്പം താമസിക്കാൻ പറ്റില്ല എന്ന് റൂയി പറയുന്നു. ഒരുപാട് നല്ല ഫുഡ് ഉണ്ടാക്കിത്തരാം, ടോയ്സ് വാങ്ങിത്തരാം എന്നൊക്കെ അവൾ പറഞ്ഞു നോക്കിയെങ്കിലും കൂടെ ചെല്ലാൻ അവൻ തയ്യാറാകുന്നില്ല. ആൻറ്റിക്ക് എൻ്റെ കാര്യം നോക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ അങ്കിളിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ അവൻ പറയുന്നു. നിങ്ങൾ ആമ്പിളറുടെ കൂടെ ഞാൻ എങ്ങനെയാണ് തനിച്ച് വന്ന് താമസിക്കുക, അത് ശരിയാകില്ല, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടെ അങ്ങോട്ട് വന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചോളാം എന്നവൾ അവന് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നു. അവൾ അവനോട് സംസാരിക്കുന്നതും പ്രോമിസ് ചെയ്യുന്നതുമൊക്കെ ഷെങ്മു കൗതുകത്തോടെ നോക്കിയിരിക്കുന്നുണ്ട്. സിഹാൻ അന്ന് രാത്രിയാണ് ചേച്ചിയെ വിളിച്ച് സംസാരിച്ചത്. റൂയിയെ തനിച്ചു വിട്ടത് എന്ത് ധൈര്യത്തിലാണ്, അവനെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ചോദിച്ച് അവൾ വഴക്ക് പറയുന്നുണ്ട്. ഞങ്ങൾ അടിച്ചു പിരിയുന്നത് അവൻ കാണണ്ട എന്ന് കരുതിയാണ് അവനെ പറഞ്ഞയച്ചത്, ഇതല്ലാതെ തൽക്കാലം എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലായിരുന്നു എന്ന് ചേച്ചി കരഞ്ഞുകൊണ്ട് പറയുന്നു. എങ്കിൽ പിന്നെ അവനെ എൻ്റെ അടുത്തേക്ക് തന്നെ അയച്ചാൽ പോരായിരുന്നു.
എന്തിനാണ് ഷെങ്മൂനെ ഇതിനിടയിൽ പിടിച്ചിട്ടത് എന്ന് അവൾ ചോദിക്കുന്നു. ഷെങ്മൂൻ്റെ അടുത്തേക്ക് അയക്കാൻ അവൻ്റെ അച്ഛനാണ് നിർബന്ധം പിടിച്ചത്. നീ കുറേ ദിവസങ്ങളായി അന്വേഷിച്ചിട്ടും അവനെക്കുറിച്ച് മോശമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് അവനെ കൂടി അഫോർഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. നിനക്ക് സ്ഥിരമായൊരു ജോലിയില്ലല്ലോ. നിന്റെ റെന്റ് തന്നെ അടയ്ക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയല്ലേ. മാത്രമല്ല നമ്മുടെ പേരൻസിനൊക്കെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ റുയി അവിടെയുള്ളത് അവർ കണ്ടാൽ എൻ്റെ കാര്യമാകെ കുഴപ്പമാകും. ഷെങ്മു ആണെങ്കിൽ സാമ്പത്തികമായി അത്യാവശ്യം നല്ല നിലയിലാണല്ലോ, അതുകൊണ്ട് അവൻ അവിടെ തന്നെ നിൽക്കട്ടെ. പക്ഷെ അവനൊരു ആണാണ്, വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ കുട്ടികളെ നോക്കിയൊന്നും ശീലമില്ല. അതുകൊണ്ട് നീ പറ്റുമ്പോഴൊക്കെ അങ്ങോട്ടേക്ക് പോയി റുയിയുടെ കാര്യം നോക്കണം എന്നൊക്കെ ചേച്ചി കരഞ്ഞുകൊണ്ട് അവളോട് പറയുന്നു. അവൻ്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കേണ്ട, അത് ഞാൻ നോക്കിക്കോളാം. പക്ഷേ നീയും ബ്രദറിലോയും എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യാൻ നോക്കണം. പേരൻസ് ഇല്ലാത്ത കുട്ടികൾ വളരുന്നത് വളരെ കഷ്ടമാണെന്ന് സിഹാൻ അവളോട് പറയുന്നു. ഷെങ്മു അടുത്ത ദിവസം ഷോപ്പിലേക്ക് പോയപ്പോൾ റുയെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അവനെ കണ്ടപ്പോഴേ 4 വർഷം അടുത്ത് കൂടുന്നു. ഇത്ര സുന്ദരനായ ഒരു മകൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ പിന്നെ എൻ്റെ സന്തോഷം എത്രത്തോളമായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്നൊരാൾ പറഞ്ഞപ്പോൾ, അതിന് നീ ആദ്യം ഒരു ഗേൾഫ്രണ്ടിനെ കണ്ടെത്തണം, അവൾ കാണാൻ സുന്ദരിയായിരിക്കണം, അവൾക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടാകണം എന്നൊക്കെ മറ്റു 3 പേരും കമന്റ് അടിക്കുന്നു. അതിലെല്ലാം ഉപരി എന്നെപ്പോലെ നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകാൻ അവൾ തയ്യാറായിരിക്കണം എന്ന് പറഞ്ഞ് റുയി ഗോൾ അടിക്കുന്നുണ്ട്. കാണാൻ സുന്ദരനാണ്, ക്യൂട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അടുത്തുകൂടിയെങ്കിലും ആരാണ് അവൻ്റെ കാര്യം നോക്കാൻ പോകുന്നതെന്ന് ഷെങ്മു ചോദിച്ചപ്പോൾ 4 പേരും ഓരോ കാരണങ്ങൾ പറഞ്ഞ് തടി തപ്പുന്നു. ഒരു കുട്ടിയെ നോക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഷെങ്മു അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ റുയിയെ കൊണ്ട് സിഹാനെ വിളിപ്പിച്ചിട്ട് ആൻറ്റി എന്നെ കാണാൻ വരുമോ എന്ന് അന്വേഷിപ്പിക്കുന്നു. വരാമെന്ന് അവൾ സംബന്ധിച്ച് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മിഷൻ കംപ്ലീറ്റ് ആയി, എനിക്ക് തരാമെന്ന് പറഞ്ഞ് തരാൻ അവൻ പറയുന്നു. ഷെങ്മു ഒരു ഡെസേർട്ട് എടുത്ത് അവൻ നൽകുന്നുണ്ട്. ആൻറ്റിക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് അറിയാമോ എന്ന് ഷെങ്മു അവനോട് ചോദിക്കുന്നു. നൂഡിൽസ് ആണെന്ന് തോന്നുന്നു, അമ്മ വിളിക്കുമ്പോഴെല്ലാം ആൻറ്റി നൂഡിൽസ് കഴിക്കുകയായിരിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് റൂയി പറഞ്ഞപ്പോൾ, അവളൊരു ഫുഡ് ബ്ലോഗർ അല്ലേ, പിന്നെ എന്തിനാണ് എപ്പോഴും നൂഡിൽസ് കഴിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. ആൻറ്റിയുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടായിരിക്കും, ഉള്ള കാശിന് വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഡെസേർട്ടൊക്കെ വാങ്ങിക്കും, റെൻറ്റിൻ്റെ കാര്യം പോലും കഷ്ടത്തിലാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് റൂയി പറയുന്നു. അവൻ അവളെക്കുറിച്ച് വിശദമായി ചോദിക്കുന്ന കണ്ട് അങ്കിളിന് ആൻറ്റി ഇഷ്ടമാണെന്ന് റൂയി ചോദിക്കുന്നുണ്ട്. ഷെങ്മു അതിന് മറുപടിയൊന്നും പറയുന്നില്ല. ഷെങ്മുവിൻ്റെ ശ്രദ്ധ ജോലിയിലേക്ക് തിരിഞ്ഞപ്പോഴേക്കും അവൻ ഓരോ കുരുത്തക്കേട് കാണിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇടയ്ക്ക് അവനെ കാണാതെ വിളിച്ചപ്പോൾ ഡെസേർട്ട് ഉണ്ടാക്കാൻ വെച്ചിരുന്ന പൊടിയൊക്കെ തലവഴി വാരിയിട്ട് പാത്രവും തലയിൽ കമഴ്ത്തി അവൻ താഴെ നിന്ന് എഴുന്നേറ്റ് വരുന്നു. കുട്ടികളെ നോക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഷെങ്മുവിന് ചെറുതായി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. സിഹാൻ പറഞ്ഞ തീം അനുസരിച്ച് ബ്ലാക്ക് ഏഞ്ചലിൻ്റെയും വൈറ്റ് ഏഞ്ചലിൻ്റെയും വെച്ച് സ്റ്റോർ ചെയ്യുന്നുള്ള ഫോട്ടോഷൂട്ട് ഷെങ്യു ചെയ്യാൻ തുടങ്ങിയിരുന്നു. ജിങ്മു ആണ് അതിൻ്റെയും മോഡൽ. വൈറ്റ് ഏഞ്ചൽ കസ്റ്റമർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞെങ്കിലും അവൻ ബ്ലാക്ക് ഏഞ്ചൽ ആകുന്നത് ശരിയാകുമോ എന്ന കാര്യത്തിൽ ഷെങ്യുവിന് സംശയമുണ്ടായിരുന്നു. പക്ഷേ മേക്കപ്പ് ഇട്ട് റെഡിയായി വന്ന് അവനെ കണ്ടപ്പോൾ അവൾ ശരിക്കും അത്ഭുതപ്പെടുന്നു. ഷൂട്ട് കഴിഞ്ഞപ്പോൾ അവൻ ശരിക്കും പ്രൊഫഷണലാണ് എന്ന് അവൾ സമ്മതിച്ചു കൊടുക്കുന്നു. അവൾ ആദ്യമായിട്ടാണ് അവനെ അഭിനന്ദിച്ച് സംസാരിക്കുന്നത്. അവൾ നല്ല മൂഡിലാണെന്ന് തോന്നിയതിനാൽ അവൻ അവളെ ഒരു ഔട്ടിങ്ങിന് പോകാൻ വിളിക്കുന്നു. അനിയൻ വിളിക്കുന്നത് കൊണ്ട് വരാം എന്നാണ് അവൾ പറഞ്ഞത്. സിഹാൻ എന്ന റുയിയെ കാണാൻ ചെന്നപ്പോൾ വില്ലയ്ക്കടുത്തുള്ള ഫൗണ്ടനിലെ വെള്ളത്തിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ. ഷെങ്മു കൂടെ തന്നെയുണ്ട്. റുയിയുടെ ഡ്രസ്സും തലയും ഒക്കെ നനഞ്ഞിരിക്കുന്ന കണ്ട് ഇങ്ങനെ വെള്ളത്തിൽ കളിച്ചാൽ നിനക്ക് പനി പിടിക്കില്ലെന്ന് ചോദിച്ച് വഴക്ക് പറഞ്ഞുകൊണ്ട് സിഹാൻ അടുത്തേക്ക് ചെല്ലുന്നു. ഇപ്പോൾ എനിക്ക് കളിക്കാനുള്ള സമയമാണ്, അതെങ്ങനെ കളിക്കണമെന്ന് തീരുമാനിക്കും ഞാനാണെന്ന് അവൻ പറയുന്നു. അത് തീരുമാനിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഡോക്ടർ കൈപ്പുള്ള മരുന്ന് തരുമ്പോൾ അത് കഴിക്കാനും മടി കാണിക്കരുത് എന്നവൾ പറയുന്നു. എനിക്ക് മരുന്ന് വേണ്ട എന്നവൻ പെട്ടെന്ന് പറയുന്നുണ്ട്. മരുന്ന് കഴിക്കണമെങ്കിൽ കളി മതിയാക്കാൻ പറഞ്ഞപ്പോൾ അവൻ അനുസരിക്കുന്നു. ഒരു ശ്രദ്ധയുമില്ലാതെ അവന് വെള്ളത്തിൽ കളിക്കാൻ പറ്റുന്നതിന് ഷെങ്മുനെയും വഴക്ക് പറഞ്ഞിട്ട് അവൻ്റെ ഡ്രസ്സ് മാറ്റാനായി അവൾ അകത്തേക്ക് പോകുന്നു. ആ സമയത്താണ് അവൻ വിളിച്ചനുസരിച്ച് ജിങ്മു പച്ചക്കറിയും വാങ്ങി വന്നത്. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ വാതിൽ തുറന്നത് സിഹാനാണ്. പതിവില്ലാത്തൊരു പെണ്ണിനെ അകത്ത് കണ്ട് അവനൊന്ന് ഞെട്ടുന്നു. പിന്നീടാണ് അവൻ റുയിയുടെ ആൻറ്റിയാണെന്നും ഇനി അവനെ കാണാൻ ഇടയ്ക്കിടെ അവിടെ വരുമെന്നും ഒക്കെ അറിയുന്നത്. എന്തിൻ്റെ പേരിലാണെങ്കിലും ഷെങ്മു ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ വീട്ടിൽ കയറാൻ അനുവദിക്കുന്നതെന്ന് ജിങ്മു പറയുന്നുണ്ട്. സിഹാനെ പോലെ ഷെങ്യു ഇവിടെ വരുന്ന സമയത്തൊക്കെ റുയിയെ കാണാൻ ഞാനും ഇങ്ങോട്ടേക്ക് വന്നോട്ടെ എന്ന് ജിങ്മു ചോദിച്ചെങ്കിലും വേണ്ടെന്ന് റുയി അപ്പോൾ തന്നെ പറയുന്നുണ്ട്. ജിങ്മു പിണക്കന്നടിച്ച് ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് പോകാൻ ഇറങ്ങുന്നു. ആരെങ്കിലും പുറകിൽ നിന്ന് വിളിക്കുമെന്നാണ് അവൻ പ്രതീക്ഷിച്ചത്. പക്ഷേ റുയിയും ഷെങ്മുവും മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. പുറകെ ചെന്ന് വിളിക്കുന്നില്ലെന്ന് സിഹാൻ ഷെങ്മുവിനോട് ചോദിച്ചപ്പോൾ അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്, തനിയെ തിരിച്ചു വന്നോളും എന്നവൻ പറയുന്നു. പുറത്തിറങ്ങിയിട്ടും അവൻ പുറകിൽ നിന്ന് വിളിക്കാത്തതിനാൽ ജിയാങ്ങു അവനിട്ട് പണി കൊടുക്കാനായി ഉടനെ തന്നെ നിന്റെ ബ്രദറിൻ്റെ വീട്ടിൽ ഞാനൊരു പെണ്ണിനെ കണ്ടു എന്ന് പറഞ്ഞ് ഷെങ്മുവിനെ വിളിക്കുന്നു. അതിനെക്കുറിച്ച് വിശദമായി അറിയുന്ന ഈ തമ്മിൽ കാണാമെന്ന് അവൾ സമ്മതിക്കുന്നുണ്ട്. വിശക്കുന്നു എന്ന് പറയാൻ റുയി ആൻറ്റിയോട് ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറയുന്നു. ഞാൻ ഉണ്ടാക്കണമെന്ന് അവൾ എടുത്തു വെച്ചപ്പോൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്ന് ഷെങ്മു ചോദിക്കുന്നു. നാണം കെടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകുന്നുണ്ട്. പക്ഷെ അവൾ ഭക്ഷണമൊക്കെ തനിയെ ഉണ്ടാക്കിയിട്ട് കാലം കുറയായിരുന്നു. എളുപ്പത്തിൽ ഒരു മുട്ട സ്റ്റീം ചെയ്ത് റെഡിയാക്കി അവൾ അവനെ കൊണ്ട് കൊടുക്കുന്നു. അത് കണ്ടപ്പോൾ ഇത് മനുഷ്യന് കഴിക്കാനുള്ളതാണോ എന്ന് ചോദിച്ച് ഷെങ്മു അവളെ കളിയാക്കുന്നുണ്ട്. ഒരു ബുക്കിനെ അതിൻ്റെ കവർ നോക്കി വിലയിരുത്തരുതെന്നൊക്കെ തത്വം പറഞ്ഞിട്ട് അവൾ റൂയിക്ക് അത് കഴിക്കാൻ കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വയറുവേദന എടുക്കുന്നു എന്നവൻ പറയുന്നുണ്ട്. രണ്ടുപേരും കൂടി വേഗം അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അവനെ പരിശോധനയ്ക്കായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ വെറുതെ ജാടയിട്ട് ഭക്ഷണം ഉണ്ടാക്കണ്ടായിരുന്നു. നിന്നെക്കൊണ്ട് കുക്ക് ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നു. അവനെന്തൊക്കെ പറ്റിയാൽ ഞാൻ ചേച്ചിയോട് എന്ത് പറയുമെന്നൊക്കെ സിഹാൻ വിഷമത്തോടെ പറയുന്നു. അപ്പോഴേക്കും ഡോക്ടർ ഇറങ്ങി വന്ന വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ ഡയറിയാണ്.
ഒരു ട്രിപ്പ് കഴിയുമ്പോൾ പോകാമെന്ന് അറിയിക്കുന്നു. ഡോക്ടർ മുന്നോട്ട് നടന്നപ്പോൾ സിഹാൻ നേഴ്സിനെ പിടിച്ചെടുത്തിട്ട് അവൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഇങ്ങനെ പറ്റിയതെന്ന് ചോദിക്കുന്നു. ഭക്ഷണവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇപ്പോഴത്തെ പേരൻസ് കുട്ടികളെ നന്നായി ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധയില്ലാതെ വെള്ളത്തിൽ കളിച്ചതുകൊണ്ട് അവന് കോൾഡ് പിടിപെട്ടതാണ്. ഇനിയെങ്കിലും കുട്ടിയുടെ കാര്യത്തിൽ കുറെ കൂടി ശ്രദ്ധിക്കണം. ജോലിത്തിരക്കിനിടയിൽ അവനെ ഭാരമായി കാണരുതെന്ന് നേഴ്സ് അവളെ ഉപദേശിക്കുന്നു. അവരാണ് അവൻ്റെ അച്ഛനമ്മമാർ എന്ന് കരുതിയാണ് അവർ സംസാരിച്ചത്. കുട്ടികളെ ഒരു ഭാരമായി കാണരുതെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ചെങ്മുവിന് ഏതോ ഒരു പാസ്റ്റ് ഇവൻ്റ് ഓർമ്മ വരുന്നുണ്ട്. ഞാനൊരു ഭാരമാണെന്ന് ഏതോ ഒരു പെൺകുട്ടി പറഞ്ഞ ശബ്ദം കേൾക്കുന്നു. അവൻ കുറച്ച് പാനിക്കായി വീഴാനൊക്കെ തുടങ്ങുന്നുണ്ട്. അവനെ മുറിയിലേക്ക് കാണാത്തതിനാൽ തിരികെ ഇറങ്ങി വന്ന സിഹാൻ അടുത്ത് തട്ടിപ്പിടിച്ചപ്പോഴാണ് അവൻ നോർമലായത്. അവൻ വെള്ളത്തിൽ കളിക്കാൻ വിട്ടുകൊണ്ടാണ് റോയിക്ക് സുഖമില്ലാതെ ആയത് എന്ന് കരുതി വിഷമിച്ച് നിൽക്കുകയായിരിക്കും എന്നാണ് അവൾ കരുതിയത്. വിഷമിക്കേണ്ട കാര്യമില്ല, നിനക്കും ഇതൊന്നും അറിയില്ലായിരുന്നല്ലോ. അകത്തേക്ക് വരാൻ പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറി പോകുന്നു. അവനും പുറകെ ചെല്ലുന്നുണ്ട്. അവർ ചിലപ്പോൾ റൂയി ഉറക്കമായിരുന്നു. രണ്ടുപേരും അവൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് താമസമായാലോ എന്ന് ഷെങ്മു അവിടെ ഇരിക്കുമ്പോൾ അവൾ ചോദിക്കുന്നു. കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ എന്താ പറഞ്ഞതെന്ന് അവൾ ചോദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇന്ന് നമ്മുടെ ഫാമിലിയിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ചിന്നുവിന് കൊറിയൻ മെല്ലൂസ് ഫാമിലിയുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു.